ഇതില് നമ്മള് ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ് ഇതിനകത്ത്. അങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും യോജിപ്പിച്ച് UDF-ന് അനുകൂലമായി അണിനിർത്തി. ഇത് കേരളം കണ്ടതല്ലേ? SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദത്തിന് വാദമുയർത്തി നിൽക്കുന്ന ഒരു ഭീകര സംഘടനകളാണ്. RSS സംഘപരിവാർ ശക്തികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന SDP-യെയും ജമാഅത്തുമായി സഹകരിച്ച് മതനിരപേക്ഷ നിലപാടിനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. ഈ നിലപാടിൽ നിന്നാണ് ഈ നിലപാടാണ് ലീഗ് നേതൃത്വം മാറ്റം വരുത്തേണ്ടത്. ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന ഈ സമീപനത്തെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിമർശിച്ചത്. അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ച് മതപരമായ വികാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ലീഗിലെ ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് മതനിരപേക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ജമാഅത്തും SDP-യും UDF-ന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. അപ്പൊ ഇത് അർത്ഥമാക്കുന്നത് ഇത് ഒരു മതനിരപേക്ഷ നിലപാടുകളെ എത്രത്തോളം ദുർബലപ്പെടുത്താൻ കഴിയുമോ അതിന് മാത്രമേ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് സഹായകരമാവുകയുള്ളൂ. ഇത് കോൺഗ്രസിന്റെ നിലപാടാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെ സുധാകരന്റെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പല ഘട്ടത്തിലും RSS ക്യാമ്പിന് സംരക്ഷണം കൊടുത്തത് ധീരതയാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയല്ലോ. യഥാർത്ഥത്തിൽ ഈ നിലപാടിനോട് ഈ സമീപനത്തോട് കോൺഗ്രസിന്റെ നിലപാടെന്താ? കോൺഗ്രസ് ഈ നിലപാട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ബാബറി മസ്ജിദ് സുധാകരനൊരു പ്രശ്നമായിരിക്കില്ല. ബാബറി മസ്ജിദ് തകർച്ചയെ തുടർന്ന് മതനിരപേക്ഷ നിലപാടെടുക്കുന്ന ജനങ്ങളിൽ വലിയ തോതിലുള്ള മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണക്കാൻ പറ്റിയിട്ടില്ല. ആ സാഹചര്യം നിലനിൽക്കേണ്ട ആ സംഭവത്തിന്റെ പേരിൽ എത്ര നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യക്കകത്ത് സൃഷ്ടിച്ചില്ലേ? അപ്പോ ഇത്തരം നിലപാടുകൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് എത്ര കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞാൽ ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ബാബറി മസ്ജിദ് തകർത്ത ആ ഘട്ടത്തിൽ കോൺഗ്രസ് അല്ലേ ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിലുള്ളത്. കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ അന്ന് ഉറച്ച നിലപാടെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മസ്ജിദ് സംരക്ഷിക്കാൻ കഴിയുമല്ലോ. അപ്പൊ അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് ഇടവരുത്തിയിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സുധാകരൻ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളത് ഖേദകരമാണ്. അത്തരമൊരു സമീപനത്തിലേക്ക് പോകാൻ പാടില്ല. ഉണ്ടായ തെറ്റായി കണ്ട് മതനിരപേക്ഷ നിലപാട് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്. അതാണ് നിലപാടെടുക്കേണ്ടത്. അത് സംബന്ധിച്ച് EP ജയരാജൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങൾ ഈ ആത്മകഥയുടെ ഭാഗമായി വന്നു. അദ്ദേഹം പ്രസിദ്ധീകരണത്തിനോ പ്രകാശനത്തിനോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ അതെല്ലാം പുറത്ത് അനൗൺസ് ചെയ്യുന്ന നിലപാടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ ജയരാജന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജയരാജൻ ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണ് CPIM അംഗീകരിക്കുന്നത്. ജയരാജന്റെ ഇക്കാര്യത്തുള്ള നിലപാടിനോട് CPM-ന് അഭിപ്രായ വ്യത്യാസമില്ല. ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് KSRTC ശമ്പളവുമായി ബന്ധപ്പെട്ട് അവിടെ INTUC ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ ഹെഡ് ഓഫീസിന്റെ മുമ്പിൽ ഉപരോധം തീർക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇന്ന് രാവിലെ മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ദീർഘകാലത്തെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ശമ്പളം ഒറ്റ ദിവസം കൊടുക്കുക, ഒരു തവണയായി കൊടുക്കുക എന്ന നിലപാടിലേക്ക് KSRTC മാനേജ്മെന്റ് എത്തിയത്. അത് പരമാവധി നടപ്പാക്കാൻ KSRTC ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. വൻതോതിലുള്ള നഷ്ടത്തിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തൊഴിലാളികളുടെ കഠിനമായ ശ്രമത്തിന്റെ ഭാഗമായി പതുക്കെ ആ അന്തരീക്ഷം മാറി വരികയാണ്. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ
ഈ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള തുടർച്ചയായ ഗവൺമെന്റുമായി ചേർന്ന് നടത്തുന്ന തുടർച്ചയായ പരിശ്രമത്തിന്റെ ഫലമായി നിരവധി ഡിപ്പോകൾ ലാഭത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് മാനേജ്മെന്റും ഗവൺമെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊരു സമരം എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇന്ന് അവിടെ ശമ്പളം കൊടുക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് തടഞ്ഞു വെച്ച് ശമ്പളം കൊടുക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ന്യായീകരണം INTUC ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരം KSRTCയിലെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമല്ല. ഇപ്പോഴവിടെ പ്രവേശനം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥന്മാരെ അകത്ത് കടക്കുന്നതിന് വേണ്ടി പ്രവേശിച്ചിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയും. ഇന്നൊരു നിലപാടെടുത്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ ശമ്പളം കൊടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ എടുത്ത് വരുന്ന നിലപാടിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുതൽ ശമ്പളം കൊടുത്തു തുടങ്ങും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ INTUCയുടെ നേതൃത്വത്തിൽ ഈ ഒരു സമരം നടന്നിട്ടുള്ളത്. അത് KSRTCയിലെ തൊഴിലാളികളും ജനങ്ങളും ഈ പ്രശ്നം തിരിച്ചു രാഷ്ട്രീയമായ പ്രചാരവേലയെ ലക്ഷ്യം വെക്കുന്നതിന് തൊഴിലാളികളെ ആയുധമാക്കാൻ പാടില്ല. അതാണ് ഇന്ന് KSRTCക്കകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്.